Hello guys, Assalamu alaikum. It's me Shahina. Welcome back to my cooking channel. ഇന്ന് നമ്മൾ ഡാൽഗോണ കോഫിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. ഇപ്പോൾ ടിക്ടോക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫിയാണ് ഡാൽഗോണ കോഫി. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ നെസ്കഫെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളമാണ്. ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം എന്തായാലും എടുത്താലും മതി. വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ മിക്സിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ക്രീമി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഞാനൊരു 1/2 ലിറ്റർ പാല് കൂടെ എടുത്തിട്ടുണ്ട്. പാല് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടോ അതോ ചൂടാക്കിയോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തണുത്ത പാലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കോഫി മിക്സൊക്കെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അല്ലെങ്കിൽ മിക്സിയിൽ നമ്മൾ സാധാരണ അരക്കുന്ന മിക്സിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രീമിയാക്കി എടുത്താൽ മതി. ഇനി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ തണുത്ത പാൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചൂടോടെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള പാൽ ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കോഫി മിക്സ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ഈ പാലിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ ഇത് താഴോട്ട് ഇറങ്ങി പോവില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു ലെയറായിട്ട് നിൽക്കും. അങ്ങനെ പാലും അതുപോലെ കോഫി മിക്സും 2 ലെയറായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ക്രീമെല്ലാം മുകളിൽ വേറൊരു ലെയറായിട്ട് തന്നെ ഫോം ചെയ്യുന്നതായിട്ട്. ഇനി നമുക്കിത് ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇനി നിങ്ങൾക്ക് ഇത് ഇത്രയും സ്ട്രോങ്ങിൽ തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാല് കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ മാത്രം ഈ ക്രീം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാപ്പിച്ചിനൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ടേസ്റ്റാണ്. അതുപോലെ ഇതിൻ്റെ റെസിപ്പി ഓർത്ത് വെക്കാനും വളരെ ഈസിയാണ്. കാരണം എല്ലതും 2 ടേബിൾ സ്പൂണാണ് ഞാൻ 1/2 ലിറ്റർ പാലിലോട്ട് എടുത്തിട്ടുള്ളത്. എല്ലതും ഈക്വൽ എമൗണ്ടിലാണ് എടുക്കുന്നത്. പഞ്ചസാരയും അതുപോലെ കോഫി പൗഡറും വെള്ളവും ഒക്കെ. ഞാനിപ്പോൾ ഇതെല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.